എനിക്ക് രജിസ്ട്രേഷൻ ആയിട്ടുണ്ടായിരുന്നില്ല, കേരള രജിസ്ട്രേഷൻ ആയില്ല. അപ്പൊ ഞാൻ പോയാലും എന്നെ എടുക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ എന്നാണേലും പോകാം എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോ എന്നാ ഓഗസ്റ്റ് 1 ജോയിൻ ചെയ്യണം. പക്ഷെ അതിന് 3 ദിവസം മുന്നേ എനിക്ക് രജിസ്ട്രേഷൻ ആയി, കോളേജിൽ രജിസ്ട്രേഷൻ വന്നിരുന്നു. അപ്പം എനിക്ക് പോയി കളക്ട് ചെയ്യാനും ഓഗസ്റ്റ് 1 തന്നെ എനിക്ക് ജോയിൻ ചെയ്യാനും പറ്റി. അന്ന് തന്നെയാണ് എന്റെ റീവാലുവേഷൻ റിസൾട്ടും വന്നത്. അപ്പൊ ഈ ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോഴാണെങ്കിലും ജോബിന് അതിനുവേണ്ടി ജോയിൻ ചെയ്യാൻ പോയപ്പോഴൊക്കെ ആണെങ്കിലും കാശ് രൂപം ധരിച്ചിട്ടുണ്ടായിരുന്നു. മാതാവിന്റെ തൈലം ഞാൻ പുരട്ടിയിട്ടായിരുന്നു പോകുന്നത്. എനിക്കത് ഭയങ്കര ഒരു വിശ്വാസമായിരുന്നു, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഇതിനു മുന്നേ ഞാൻ എന്നെ കൊണ്ട് പറ്റും, എനിക്ക് തന്നെ വിചാരിച്ചാൽ പറ്റും എന്നൊക്കെ വിചാരിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയിട്ടാ പോയിട്ടുള്ളൂ. ഒന്നും അത് 100% സക്സസ് ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഉടമ്പടി സമയങ്ങളിൽ മാതാവ് എന്നെ ഒരുപാട് സഹായിച്ചു. ഞാൻ വലിയ മരിയഭക്തി ഒന്നും ഉള്ള ആളായിരുന്നില്ല, മാതാവിനോട് പ്രാർത്ഥിക്കും. പക്ഷെ ഈ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കൂടുതൽ മാതാവിൽ അടിയുറച്ച് ജീവിക്കാനും മാതാവിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. മാതാവ് അടുത്തുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പങ്കുവെച്ചു മാറോടെ ചേർത്തണച്ചു.